നമസ്കാരം. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ബി.ജെ.പിയുടെ മുന്നിലും നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഉണ്ടായിരുന്നുള്ളൂ. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം. അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം 3 വർഷം കൊണ്ട് തന്നെ മോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി ആ ലക്ഷ്യം നേടുകയും ചെയ്തു. കോൺഗ്രസ് മുക്തമാക്കി ഓരോ സംസ്ഥാനവും. ഓരോ സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ബി.ജെ.പി വൻ ഭൂരിപക്ഷത്തിൽ പോകുമ്പോൾ, അതായത് വിജയിക്കുമ്പോൾ, കോൺഗ്രസ് അവിടെ തകർന്ന് തരിപ്പണമാവുകയാണ്. മുൻ വർഷങ്ങളിൽ നേടിയ ആ ഒരു വോട്ട് പോലും ബി.ജെ.പിയുടെ കൂടെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് നേടാൻ കഴിയുന്നില്ല. ഓരോ സംസ്ഥാനത്തും ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്നത് വ്യക്തമായി പഠിച്ചുകൊണ്ടൊരു ധാരണയോടുകൂടിയാണ് ബി.ജെ.പി ആ ഓരോ തെരഞ്ഞെടുപ്പും നേരിടുന്നത്. അങ്ങനെയാണ് ബി.ജെ.പി സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും പ്രകടന പത്രിക ഇറക്കുന്നത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ അവിടുത്തെ ജനങ്ങൾ മൂന്നാമതും രണ്ടാമതും ഒക്കെ അവിടെ ജനങ്ങൾ ബി.ജെ.പി സർക്കാരിന് ഭരിക്കാനൊരു കസേര കൊടുത്തെങ്കിൽ, അതിനുള്ള ഒരു അനുവാദം കൊടുത്തെങ്കിൽ, അത് അത്രത്തോളം ജനങ്ങൾക്ക് ബി.ജെ.പി സർക്കാർ അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചുകൊണ്ടൊരു പ്രകടനം നടത്തിയത് കൊണ്ടൊന്നും ജനങ്ങളുടെ കണ്ണിൽ വിജയിക്കില്ല. കാരണം അവിടെ കേരളമല്ല, അവിടെ ജനങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് വോട്ടിംഗ് മെഷീനിൽ ആർക്ക് വിജയിക്കണമെന്ന രീതിയിലേക്ക് അവസാനം അവരെത്തുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോദിയുടെ സ്വപ്നം 2024 ആയപ്പോഴേക്കും ഏകദേശം 71% സാക്ഷാത്കരിക്കപ്പെട്ടു. 28 സംസ്ഥാനങ്ങളിൽ ഏകദേശം 20 സംസ്ഥാനങ്ങളിലും ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ആണ് ഭരിക്കുന്നത്. 19 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് എൻ.ഡി.എ ഭരണം നിലനിർത്തുന്നത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ഒഡീസ, രാജസ്ഥാൻ, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ 18 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ഭരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ 19 സംസ്ഥാനങ്ങളായി. പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ആണ് ഭരിക്കുന്നത്. വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ മുന്നണിയായ മഹായുതി അധികാരത്തിലേറുമ്പോൾ മോദിയും എത്തിയിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മാറുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എൻ.ഡി.എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരുവിധം മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുന്നത് കാണാനും അവരുടെ ആ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാനും മോദി പ്രതീകമെന്നോണം അവരെ മുഴുവൻ പ്രത്യേക ഹസ്തദാനം ചെയ്ത് സംസാരിക്കാൻ ഒരു മടിയും കാട്ടില്ല. കാരണം മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ പതാകവാഹകരാണ് ഇവർ. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവരാണ് സ്റ്റേജിലെത്തിയിരുന്നത്. യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എന്നിവരും പങ്കെടുത്തിരുന്നു. മോദിയെ താഴെയിറക്കാൻ 2024 രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം എന്ന ഒരു മുന്നണി രൂപീകരിച്ചു. ആ മുന്നണിയിൽ മമതാ ബാനർജി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നിട്ടും മോദിയെ തോൽപ്പിക്കാനായില്ല എന്നത് നമ്മൾ ശ്രദ്ധയോടെ അല്ലെങ്കിൽ അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ സഖ്യം എന്ന ഒരു മുന്നണിയിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൂടെ ചേർന്നിട്ടും ബി.ജെ.പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ അവർക്ക് സാധിച്ചില്ല. 2019 കിട്ടിയ ഭൂരിപക്ഷത്തിനെ കാട്ടി 2024 അവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞു, അത് ശരിയാണ്. പക്ഷെ എന്നിട്ടും ജനങ്ങൾ മൂന്നാമതും മോദി സർക്കാരിനെ തന്നെ അധികാരത്തിലേക്ക്, രാജ്യഭരണത്തിന്റെ തത്വസ്ഥാനം മോദി സർക്കാരിന്റെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിൽ ജനങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം, 10 വർഷത്തോളം രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ എന്ത് നേടി എന്നത് ജനങ്ങൾ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തതോടുകൂടിയാണ് ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. സംസ്ഥാനങ്ങളിലും ഭരണം ബി.ജെ.പിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചാൽ മാത്രമേ സംസ്ഥാനങ്ങളിൽ ഒരു ഉന്നമനം ഉണ്ടാകുകയുള്ളൂ. വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഓരോ സംസ്ഥാനവും മികച്ച രീതിയിൽ വലിയ വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തുകയുള്ളൂ എന്ന്. ഇപ്പോൾ നമുക്കറിയാം കർണാടകയിലത്തെ സ്ഥിതി എങ്ങനെയാണെന്ന്. അവിടെ സിദ്ധരാമയ്യ സർക്കാരാണ് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അവിടെ ഡി.കെ ശിവകുമാറും സിദ്ധരാമയ്യയും കൂടെ തമ്മിൽ പൊരിഞ്ഞടിയാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സിദ്ധരാമയ്യ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ അവിടെ ചെയ്തു കൂട്ടുന്നു. സ്വന്തം പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ഭാര്യയുടെ പേരിലേക്ക് വസ്തുക്കൾ അവിടെ മറയ്ക്കുന്നു. അങ്ങനെ തിരിമറികളോട് തിരിമറി നടത്തുമ്പോൾ അവസാനം ഓരോ സംവിധാനം തന്നെ സിദ്ധരാമയ്യെ പൂട്ടാനായിട്ട് ഇറങ്ങുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇറങ്ങുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഓരോ ഭാഗങ്ങളും കർണാടകയിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്നു. സിദ്ധരാമയ്യക്കെതിരെ ഓരോ നീക്കങ്ങളും അവരെ ഓരോ അഴിമതികളും പുറത്തു കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഡി.കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക്
കാര്യങ്ങളെത്തി നിൽക്കുമ്പോൾ ഭാവിയിൽ അതായത് വരും ദിവസങ്ങളിൽ കർണാടകയിലും ഓപ്പറേഷൻ താമര എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ കർണാടകയിൽ ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിലേക്ക് കാവ്യ പതപ്പിക്കുന്ന രീതി അതിവിദൂരമല്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.